നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ഇവാലുവേഷൻ ആൻഡ് സെലക്ടിങ് ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ്. ബേസിക്കലി ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഫ്രം ദി ഓൾട്ടർനേറ്റീവ് ദാറ്റ് മീൻസ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞതുപോലെ തന്നെ വി ഹാവ് എ സെറ്റ് ഓഫ് തിങ്സ് ദാറ്റ് ആർ വിത്ത് അസ് ഓർ വി ഹാവ് എ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് അസ്. അതിൽ നിന്ന് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നടക്കുന്നത്. ബേസിക്കലി അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂന്ന് കാര്യങ്ങൾ വി ആർ ഗോൺ അനലൈസ് ദി സിസ്റ്റം ഓൺ ദി ബേസ് ഓഫ് ത്രീ തിങ്സ്. ഫസ്റ്റ് തിങ് കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്, സെക്കൻഡ് വൺ മാർജിൻ അനാലിസിസ് ആൻഡ് തേർഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഈ മൂന്നെണ്ണത്തിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ നമ്മുടെ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് ദെൻ ഓൺലി വി ആർ ഗോൺ കം ഇൻ ടു എ ഫൈനൽ ഡിസിഷൻ. ഫസ്റ്റ് വൺ കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്ന സംതിങ്സ് മേ ബി വെരി ചീപ്പ്, ചില ഓപ്ഷൻസ് നമുക്ക് വളരെ വളരെ ചീപ്പായിട്ട് കിട്ടും. ബട്ട് വി കാൻ സെറ്റ് ദാറ്റ് ബിക്കോസ് വി ഹാവ് ടു കമ്പയർ ബിറ്റ്വീൻ ടു തിങ്സ്. നമ്മുടെ ബെനിഫിറ്റ് നോക്കണം, കോസ്റ്റ് നോക്കണം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോയിൽ മിനിമം ആയിട്ടുള്ളത്, ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കുകയാണ്, ചിലയിടത്ത് 50 രൂപയ്ക്ക് കിട്ടും എന്നിരിക്കട്ടെ, പക്ഷേ അത് ചിലപ്പോൾ 25 ഗ്രാംസേ കാണത്തുള്ളൂ. വേറൊരു കടയിൽ 100 ഗ്രാംസ് 100 രൂപയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ കോസ്റ്റ് എഫക്റ്റീവ്. സോ ബേസിക്കലി അതാണ് ബെനിഫിറ്റ് കോസ്റ്റ്, ആ റേഷ്യോ ആയിരിക്കും നമ്മളവിടെ നോക്കുന്നത്. സോ നമുക്ക് ആ ഉള്ള എക്സ്പെൻഡിച്ചർ നമുക്ക് ഗ്രേറ്റസ്റ്റ് വാല്യൂ അത് വെച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് മാർജിൻ അനാലിസിസ്. മാർജിൻ അനാലിസിസ് ഇപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം തന്നെ എടുത്ത് നമുക്ക് എന്താ സൈഡ് ഡിഷസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ നോക്കാം. അവർ ഒരു കടക്കാർ കൂടുതൽ സൈഡ്സ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ഫോർ എസ്. സോ നമ്മൾ അതാണ് മാർജിൻ അനാലിസിസ്. സോ ഇഫ് ദി അഡീഷണൽ റവന്യൂ ലാർജ് ക്വാണ്ടിറ്റി, അതപ്പോൾ നമുക്ക് ഗ്രേറ്റർ ആയിട്ട് നമുക്ക് അഡീഷണൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് മോർ കോസ്റ്റ് ആണ്, അത് നമുക്ക് മോർ പ്രോഫിറ്റ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് തിങ്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് ഫീൽ ദാറ്റ്സ് വി ക്യാൻ അനലൈസ് തിങ്സ് ലൈക്ക് വെയിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി പ്രൊവൈഡോ, അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ദി അതർ തിങ് ഇസ് ക്വാളിറ്റേറ്റീവ്. ഇപ്പോൾ ഒരു കടയിൽ പോയി അവിടെ നല്ല ആംബിയൻസ് ഉണ്ട്, ദാറ്റ്സ് സംതിങ് വി ക്യാൻ ഫീൽ. അത് അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി, അതെല്ലാമാണ് നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് വരുന്നത്. സോ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് അല്ലേ, അതെന്തൊക്കെയാണ്? സോ ബേസിക്കലി നമുക്ക് 3 അപ്രോച്ചാണ് ഈ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് വരുന്നത്. സോ ബേസിക് അതിനകത്ത് വരുന്നത് എക്സ്പീരിയൻസ്, എക്സ്പെരിമെൻറ്റേഷന്, പിന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ബേസിക്കലി ആസ് യു ഓൾ നോ, എക്സ്പീരിയൻസ് ഈസ് എ ബെസ്റ്റ് ടീച്ചർ. എക്സ്പീരിയൻസ് ടെൽസ് us വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. സോ ഇറ്റ് ബേസിക്കലി നമുക്ക് പാസ്റ്റ് ഇവൻറ്റ്സും നമ്മൾ വാട്ട് ഓർ വി ആർ ഗെയിൻ ഫ്രം വാട്ട് വി ഓൾറെഡി ഡൺ, അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് മീൻസ് ചില കമ്പനി ഇപ്പോൾ നല്ല കൊട്ടേഷൻസ് തരും, ബട്ട് ദേ ഹാവ് ഗോട്ട് നോ റിലയബിലിറ്റി. ദാറ്റ് വി നോ ഫ്രം അവർ എക്സ്പീരിയൻസ്. അവർ പറഞ്ഞ ടൈം ഫ്രെയിമിലൊന്നും അവർ കംപ്ലീറ്റ് ചെയ്തില്ല, അതുപോലെ ഇഷ്യൂസ് വരും. അപ്പോൾ അതെല്ലാം എവിടെയാണ്? അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് അറിയാം. സോ വി ആർ ഗോൺ എലിമിനേറ്റ് ദം. സോ അതാണ് നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് പറയുന്നത്. അടുത്ത എക്സ്പെരിമെൻറ്റേഷൻ, ശരിയല്ലേ? ഇപ്പോൾ എ ന്യൂ കമ്പനി ഹാസ് ബേസ്റ്റ് ഇൻ ദ സീൻ. ലൈക്ക് ഇപ്പോൾ മൊബൈൽ ഫോൺസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം റിയൽമി അല്ലേ, അവർ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നമുക്ക് ഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും സാംസങ് ഫോണിൻ്റെ ഒരു 70 or 80% കോസ്റ്റ് റിയൽമി ഫോൺസ് ആ സെയിം പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ബേസിക്കലി വി ആർ ഗോൺ എക്സ്പെരിമെൻറ്റ് ഓൺ ദാറ്റ്, വി ആർ ഗോൺ ബൈ എ റിയൽമി ഫോൺ, ശരിയല്ലേ? അതായിരിക്കും നമുക്ക് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്ക് നടക്കുന്നത്. പിന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ്. നമുക്കിപ്പോൾ മൊബൈൽ ഫോൺസിന് തന്നെ കേസ് എടുത്തിരിക്കട്ടെ, അവിടെ ഒത്തിരിയും പേര് നമ്മൾ ഈ അൺബോക്സിങ് വീഡിയോസൊക്കെ ചെയ്യും, ശരിയല്ല? ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഹാർഡ്വെയർ ഇങ്ങനെയാണ്, സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ്. സോ വി ആർ ഗോൺ കമ്പയർ ദാറ്റ് ആൻഡ് വി ആർ ഗോൺ കം ഇൻ ടു അവർ ഒബ്സർവേഷൻസ്. സോ അതാണ് നമുക്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് നടക്കുന്നത്. സോ ഓൾട്ടർനേറ്റീവ് സെലക്ഷൻ്റെ ആ പ്രോസസ്സാണ് ഇവിടെ കിടക്കുന്നത്. ആസ് യു ക്യാൻ ഓൾറെഡി സി, ഫസ്റ്റ് എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ് നോക്കുന്നു, എന്നിട്ട് ഓൾട്ടർനേറ്റീവ്സും കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിന് നമ്മൾ റൂൾ ചെയ്തിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിനിയിപ്പോൾ ആ ഇവാലുവേഷൻ പ്രോസസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് നോക്കുന്നു. ഓക്കെ ഫൈൻ, അത് പെർഫെക്റ്റ് ആണ്, ഗുഡ് ആണെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ് സാറ്റിസ്ഫാക്ടറി ആണോ നമ്മൾ നോക്കുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? എഗെയിൻ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ റീറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫീസിബിൾ അല്ല, നമുക്ക് ഇവിടെ അത് എംപ്ലോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം എന്നിരിക്കട്ടെ. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോൺസിന് തന്നെ കേസ് എടുത്താൽ ഹോണറിൻ്റെ ഫോൺസ് നല്ല സെറ്റാണ്, പക്ഷെ അവരെ നമുക്കിപ്പോൾ അവർ ആൻഡ്രോയിഡ് ഇപ്പോൾ അവർക്ക് എന്താക്കുന്നില്ല, അവൈലബിൾ ആക്കുന്നില്ല. സോ ബേസിക്കലി നമുക്ക് അവരെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതല്ല സാറ്റിസ്ഫാക്ടറി അല്ല, ഇപ്പം മീസോ പോലുള്ള മൊബൈൽ കമ്പനീസ് ഉണ്ട്, അവർ ഫോൺസ് തരുന്നുണ്ട്, പക്ഷേ നമുക്ക് തന്നെ അവിടെ റിലയബിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സിംപ്ലി ഫോൺസിൻ്റെ കേസ് ഐഫോൺസ് അവൈലബിൾ ആണ്, ബേസിക്കലി ആ സംഭവം വളരെ കോസ്റ്റ്ലിയാണ്. സോ അഗെയിൻ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോസസ് ചെയ്യുന്നത്.